നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ബഡ്ജറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഈ പദ്ധതിയെക്കുറിച്ച് നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. പദ്ധതി നിർത്തലാക്കി, ഇനി പെൻഷൻ ലഭിക്കില്ല, കുടിശ്ശിക ഉടൻ ലഭിക്കും, പുതിയ ഉത്തരവ് പുറത്തിറങ്ങി എന്നിങ്ങനെ നിരവധി തലക്കെട്ടുകൾ നമ്മൾ കണ്ടു. പക്ഷേ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. വിശദമായി എന്താണ് കാര്യമെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമോ, എപ്പോഴാണ് ഗഡു വിതരണം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിൽ പറഞ്ഞുതരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്ന് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായ ഒരു വാർത്ത. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ പദ്ധതിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതി നിർത്തലാക്കുമെന്ന അഭ്യൂഹം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അത്തരം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി സ്ത്രീകൾക്ക് ചെറിയൊരു തുക പോലും വലിയ സഹായമാണ്. ദൈനംദിന ചിലവുകൾ, അതുപോലെ മരുന്ന് വാങ്ങാൻ, വൈദ്യുത ബിൽ, അതുപോലെ യാത്രാ ചെലവ്, ചെറിയൊരു റീചാർജ്, മൊബൈൽ റീചാർജിന് പോലും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ തുകയാണെന്ന് കരുതുന്നതിനേക്കാളും ഏറ്റവും ഉപകാരപ്രദമായ ഒരു തുകയാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷനിലൂടെ കിട്ടുന്നത്. അതുപോലെ കൊച്ചുമക്കളുടെ പഠന ചെലവ് മുതൽ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് ഈ തുക ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി സാമൂഹ്യ സുരക്ഷയുടെ ഒരു പ്രധാന ഘടകമായി മാറിയിരുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കുക. ഇതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപേക്ഷ കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, 65 വയസ്സ് കവിയരുത്. അതുപോലെ തന്നെ BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബമായിരിക്കണം. സാധാരണയായി മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹത ലഭിക്കില്ല. അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പെൻഷൻ ഉണ്ട്. അതുപോലെ വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അങ്ങനെ ഒരുപാട് പെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള പദ്ധതികളിലെ അംഗമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വരുമാനവും കുടുംബ സാഹചര്യവും പരിശോധിച്ച ശേഷമാണ് ഇതിന്റെ അന്തിമ അംഗീകാരം നൽകുന്നത്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വയസ്സ് തെളിയിക്കുന്ന രേഖ, അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റോ ആയിരിക്കണം. മൊബൈൽ നമ്പർ, സ്വയം പ്രഖ്യാപന പത്രം, എല്ലാ രേഖകളിലുമുള്ള പേരും ജനന തീയതിയും ഒരേപോലെ ആയിരിക്കണം. ചെറിയ പിശകുകൾ പോലും അപേക്ഷ വൈകാൻ വളരെയധികം കാരണമായേക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ നടപടിക്രമം അറിയാത്തവർ അക്ഷയ കേന്ദ്രത്തിന്റെ സഹായം തേടാം. നിങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിശദമായി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് സ്മാർട്ട് പോർട്ടൽ വഴി നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപക്ഷെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം, അതുപോലെ CSC സെന്റർ, കഫേ എന്നുള്ളവിടെ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷ നൽകിയ ശേഷം ലഭിക്കുന്ന രസീത് നിങ്ങൾ നിർബന്ധമായും സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഇത് സഹായമാവും. പലർക്കും അപേക്ഷ നൽകിയിട്ടും പണം ലഭിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഒരുപാട് പേര് കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. പലർക്കും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ബാങ്ക് KYC പൂർത്തിയാക്കാത്തതാണ് അതിൽ ആദ്യ കാര്യം. അതുപോലെ ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കാത്തത്, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തത്, അപേക്ഷയിലെ വിവരങ്ങളിൽ പിശകുകൾ. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ ആണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ പ്രശ്നങ്ങൾ വരാം. ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. ഒന്നുകൂടെ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ
അക്ഷയ സെന്ററിൽ പോയി ഒന്നും കൂടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതെല്ലാ കാരണവും തുക ലഭിക്കാൻ കാലതാമസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി ഗുണഭോക്താക്കൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ബാങ്കിൽ പോയി KYC പരിശോധിക്കൂ. ആധാർ സീഡിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുക. അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസറുമായി ബന്ധപ്പെടുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുടിശ്ശിക ലഭിക്കുമോ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വിവിധ തുകകളും തീയതികളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത് വരെ ഏതെങ്കിലും തുകയോ തീയതിയോ ഉറപ്പായ വാർത്തയായി കാണരുത്. ഔദ്യോഗിക ഉത്തരവ് വന്നാൽ മാത്രമേ അതിന്റെ കൃത്യമായ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഗുണഭോക്താക്കൾ അഭ്യൂഹങ്ങളിൽ വീഴാതെ കാത്തിരിക്കുകയാണ്. അതാണ് നല്ലത്, ഉചിതമായ കാര്യം. അതുപോലെ തന്നെ വ്യാജ വാർത്ത വലിയ അക്ഷരത്തിൽ ഉടൻ കിട്ടും, ഇന്ന് തന്നെ അവസാന അവസരം, അങ്ങനെ ഒരുപാട് തലക്കെട്ടുകൾ, ഹെഡ്ലൈൻസ്, അതുപോലെ വീഡിയോയിൽ പോലും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 3000 കിട്ടും, 4000 കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതുവരെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഔദ്യോഗികമായി നിർത്തലാക്കിയിട്ടില്ല എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പദ്ധതി തുടരുന്നുണ്ട്. ബഡ്ജറ്റിൽ പദ്ധതി അവസാനിപ്പിച്ചായി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഡ്ജറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതുവരെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുപോലെ കണക്ട് ടു വർക്ക് നിർത്തലാക്കിയിട്ടില്ല എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗുണഭോക്താക്കൾക്ക് ആശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ സർക്കാർ ഭാവിയിൽ പുറത്തിറക്കുന്ന പുതിയ ഉത്തരവുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഭാവിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കുമോ എന്നുള്ള കാര്യവും നമുക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ നിർത്തിയിട്ടില്ല എന്നുള്ളതും ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ വിതരണം നടക്കുക. ജൂലൈ മാസത്തിൽ ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതി വെറും സാമ്പത്തിക സഹായം മാത്രമല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസമാണ്, സ്വന്തം ചെലവുകൾ നിറവേറ്റാൻ സഹായിക്കുന്ന സുരക്ഷ വലിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി സമൂഹത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടും ഇത് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ ഉള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ബഡ്ജറ്റിൽ നിർത്തലാക്കിയതായ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതേസമയം കുടിശ്ശിക, പുതിയ വിതരണം, തുക വർധന, തീയതി തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായ പ്രഖ്യാപന വിവരങ്ങൾ മാത്രം. ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒരിക്കലും അത് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതേപോലെ തുക വിതരണം തുടങ്ങി, തുക വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്തകളെല്ലാം ഒഴിവാക്കുക. ഈ വീഡിയോ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ പ്രധാന വിവരങ്ങളും നമ്മളിപ്പോൾ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ പരിചയമുള്ളവരോ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളോ ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് പങ്കുവയ്ക്കുക. ഇത്തരം സർക്കാർ പദ്ധതികളുടെയും പെൻഷൻ അപ്ഡേറ്റുകളുടെയും വിശ്വസനീയമായ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.